സോ ഈ വർഷം സെപ്റ്റംബറിൽ ഐഫോൺ 18 വരുമ്പോൾ ഈ ഐഫോൺ 17ന്റെ പ്രൈസ് കുറയുമല്ലോ. അപ്പോൾ അതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ ഐഫോൺ 16 വാങ്ങാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നെങ്കിൽ ഐ എം സോറി, ഈ വർഷം ഐഫോൺ 18 വരുന്നില്ല. അതിനു പകരം ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഐഫോൺ ഈ വർഷം ആപ്പിൾ മിക്കവാറും ലോഞ്ച് ചെയ്യും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ലി ഈ വരാൻ പോകുന്ന ഒരു വർഷമുണ്ടല്ലോ, വരാൻ പോകുന്ന 1 ഇയർ, അത് ആപ്പിൾ ആൻഡ് ഐഫോൺ ലവേഴ്സിന് വേണ്ടി നല്ലൊരു സമയമായിരിക്കും. കാരണം ആപ്പിൾ അവരുടെ ഐഫോൺ ലൈനപ്പ് ആണെങ്കിലും ഐഫോൺ പ്രോ മോഡൽസിലുള്ള ഫീച്ചേഴ്സ് ആണെങ്കിലും അവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, ഡൈനാമിക് ഐലൻഡിന്റെ സൈസ് കുറയും, ലേറ്റസ്റ്റ് 2 നാനോമീറ്റർ ചിപ്സെറ്റ് ഫസ്റ്റ് ടൈം ഐഫോണിൽ വരും, ആൻഡ് ഈവൻ അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയും ഈ വർഷം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല, ടിം അണ്ണൻ മാറിയിട്ട് ജോൺ അണ്ണൻ വരാൻ പോകും. അതായത് ആപ്പിളിന്റെ പ്രസന്റ് സിഇഒ ആയ ടിം കുക്ക് ആപ്പിളിന്റെ ചെയർമാനായി മാറും, എന്നിട്ട് ജോൺ ടർണേഴ്സ് ആയിരിക്കും ആപ്പിളിന്റെ പുതിയ സിഇഒ. എനിവേ, ഈ വർഷം വരാൻ പോകുന്ന ഐഫോൺ 18 സീരീസിലുള്ള ഫോണുകളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു ഐഫോൺ യൂസർ ആണെങ്കിൽ അത് ഏത് മോഡലാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് മിസ് ആവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് റോ. സോ ഈ വർഷം ഐഫോൺ 18 ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് 18 പ്രോ ആൻഡ് പ്രോ മാക്സിനെ കുറിച്ച് സംസാരിക്കാം. സോ ഈ കാണുന്ന പിൽ കട്ടൗട്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡൈനാമിക് ഐലൻഡ്, ആപ്പിൾ ഈ ഡൈനാമിക് ഐലൻഡ് എടുത്ത് കളയാൻ പോകുന്നില്ല, അതെന്തായാലും ഉണ്ടാവും. പക്ഷേ അതിന്റെ സൈസ് അവർ കുറയ്ക്കും. ഇത് എങ്ങനെ പോസിബിൾ ആവുന്നു എന്നല്ല നിങ്ങൾ ചോദിക്കുന്നത്. കാരണം ഇവിടെ ഫേസ് ഐ ഡി ഒക്കെ ഉണ്ടല്ലോ, അവിടെയാണ് നെക്സ്റ്റ് വലിയ മാറ്റം. അതായത് ഫേസ് ഐ ഡി ഈ പിൽ കട്ടൗട്ടിൽ നിന്ന് മാറി ലെഫ്റ്റ് സൈഡിൽ, ഞാൻ ഫോട്ടോ കാണിച്ചു തരാം, ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ആയിട്ട് അവർ വെക്കാൻ പോവാണ്. അതും അണ്ടർ ഡിസ്പ്ലേ ആയിരിക്കും. സോ ഈ ഫേസ് ഐ ഡി അണ്ടർ ഡിസ്പ്ലേ പോകുമ്പോൾ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, സെയിം പെർഫോമൻസ്, സെയിം സെക്യൂരിറ്റി അതൊക്കെ കിട്ടുമോ, അതെന്തായാലും ഫോൺ വന്നതിന് ശേഷമേ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഐ ലൈക്ക് ഇറ്റ്, നല്ലൊരു മാറ്റമാണ്. സോ കഴിഞ്ഞ വർഷം ആക്ച്വലി 24 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ആപ്പിൾ അവരുടെ ഐഫോൺ 17 സീരീസിൽ, 17 പ്രോ, പ്രോ മാക്സിൽ എല്ലാത്തിലും ഉണ്ടായിരുന്നു, ഈവൻ എയറിലും ഉണ്ടായിരുന്നു. അതായത് ആ ഒരു റെവല്യൂഷണറി സെൽഫി ക്യാമറ നമുക്കത് എങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുമായിരുന്നു. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. ഞാനെന്നല്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു സെൽഫി ക്യാമറ. എന്നാൽ അത് 24 മെഗാ പിക്സലിന്റെ ക്യാമറ സെൻസർ ആയിരുന്നുവെങ്കിലും നമുക്ക് കിട്ടുന്ന ഫോട്ടോസ് 18 മെഗാ പിക്സൽ ആയിരുന്നു. എന്നാൽ ഇത്തവണ അത് അപ്ഗ്രേഡ് ചെയ്ത് 24 മെഗാ പിക്സൽ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഈ ഡിസ്പ്ലേയിൽ അങ്ങനെ അടിമുടി മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഐ തിങ്ക് LTPO+ സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആയിരിക്കും, LTPO+ ഡിസ്പ്ലേ ആക്കും എന്നാണ് വാർത്തകൾ പറയുന്നത്, അല്ലെങ്കിൽ റൂമേഴ്സ്, അല്ലെങ്കിൽ ലീക്സ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ബാറ്ററി എഫിഷ്യൻസി കിട്ടും. ഒരു പക്ഷേ ബെസൽ സൈസ് ഇനി എന്ത് കുറയ്ക്കാനാണ്, ഓൾറെഡി ബെസൽ സൈസ് വളരെ മിനിമമാണ്. പക്ഷേ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങൾ ഡിസ്പ്ലേയിലും വരും. കഴിഞ്ഞ വർഷം ഡിസൈൻ അടിമുടി, അതായത് പ്രത്യേകിച്ചും പ്രോ ഫോൺസിന്റെ, നോൺ പ്രോയിന്റെ ഡിസൈൻ സെയിം ആയിരുന്നു. പ്രോ ഫോൺസിന്റെ ഡിസൈൻ ആപ്പിൾ അടിമുടി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് വലിയ ക്യാമറ മോഡ്യൂൾ, യൂണി ബോഡി, അലൂമിനിയം ബിൽഡ്, പിന്നെ ഈ പോർഷനിൽ മാത്രമായിട്ട് ഗ്ലാസ്, ആ ഒരു വയർലെസ് ചാർജിങ് വർക്കാവാൻ വേണ്ടി. സോ എനിക്ക് തോന്നുന്നില്ല ഇത്തവണ വീണ്ടും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡിസൈനിങ് മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവരും. നോ, ടൈറ്റാനിയം ഒന്നും തിരിച്ചു വരുന്നില്ല. ഓക്കെ, ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ടായിരുന്നു, അതായത് ഈ മൊത്തം ബോഡി ടൈറ്റാനിയം വെച്ച് ഉണ്ടാക്കി തരും. എനിക്ക് തോന്നുന്നില്ല, കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. സോ സെയിം അലൂമിനിയം യൂണി ബോഡി ഡിസൈനിലായിരിക്കും വരുന്നത്. പക്ഷേ നമ്മുടെ ഈ ക്യാമറ മോഡൽ ഉണ്ടല്ലോ, ഇത് ഓൾറെഡി അത്യാവശ്യം തിക്ക് ക്യാമറ മോഡലാണ്. ഇതിന്റെ തിക്നെസ് വീണ്ടും കൂടും. അതിനുള്ള കാരണമാണ് ക്യാമറയിൽ വരാൻ പോകുന്ന ഒരു മേജർ ചേഞ്ച്. അതിനെക്കുറിച്ച് ഞാൻ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലും പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷത്തെ ഹീറോ കളർ അല്ലെങ്കിൽ മെയിൻ കളർ ആയിരുന്നു ആ ഒരു കത്തി നിൽക്കുന്ന ഓറഞ്ച് കളർ, കോസ്മിക് ഓറഞ്ച്. ഓക്കെ, അത് ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടതേ ഇല്ല. എന്നാലും കടയിൽ പോയാൽ ആ സാധനം കിട്ടൂലായിരുന്നു. ഇപ്പൊ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കോസ്മിക് ഓറഞ്ച്, കാരണം അത് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഐഫോൺ ആണെന്ന്. എന്നാൽ ഈ വർഷത്തെ ഹീറോ കളർ അല്ലെങ്കിൽ മെയിൻ കളർ ആയിരിക്കും ഈ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തംബ്നെയിൽ ഓൾറെഡി കണ്ട ആ ഒരു ബർഗണ്ടി, ഒരു ഡീപ്പ് പർപ്പിൾ, മറൂൺ, ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു കളർ ഓപ്ഷൻ, ഡാർക്ക് ചെറി എന്നായിരിക്കും. ഓക്കെ, ഐ ലൈക്ക് ഇറ്റ്. എന്നാൽ ലീക്സ് കാണിക്കുന്ന ഈ ഒരു ഡാർക്ക് ഗ്രേ കളർ ഓപ്ഷൻ ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ബാറ്റ്മാൻ ഫീൽ ഉണ്ട്. ബാറ്റ്മാൻ്റെ ഒരു ഡാർക്ക് ഗ്രേ, കംപ്ലീറ്റ് ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ഗ്രേ കളർ ഓപ്ഷൻ ഉണ്ട്. ഇറ്റ് ലുക്സ് വെരി നൈസ്. സ്കൈ ബ്ലൂ കളർ ഉണ്ടാവും. നമ്മുടെ ഐഫോൺ 13 പ്രോ ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ മാക്ബുക്ക് എയറിന്റെ ഒരു കളർ ഓപ്ഷൻ ഉണ്ടല്ലോ, സ്കൈ ബ്ലൂ, മിക്കവാറും ആ ഷെയ്ഡിൽ വരുന്ന ഒരു കളറായിരിക്കും ഐഫോൺ 18 പ്രോയിലും വരാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു സിൽവർ ഓപ്ഷനും ഉണ്ടാവും. ചില ലീക്സ് പറയുന്നത് ഈ ഒരു ഗ്ലാസ് പോർഷൻ ഉണ്ടല്ലോ, ഈ ഗ്ലാസ് പോർഷനിലുള്ള കളർ കുറച്ചും കൂടി നമ്മുടെ മെയിൻ കളറുമായിട്ട് മാച്ചിങ് ആയിരിക്കും. പെർഫോമൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ വർഷം പുതിയൊരു ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. സോ ഐഫോൺ 18 പ്രോയിലും പ്രോ മാക്സിലും വരാൻ പോകുന്ന ചിപ്സെറ്റ് ആയിരിക്കും A20 Pro ചിപ്സെറ്റ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന്
വെച്ചാൽ ഇത് 2 നാനോമീറ്റർ ഫാബ്രിക്കേഷൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ചിപ്സെറ്റ് ആയിരിക്കും. ചില വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു ദിസ് ഇസ് ദ ഫസ്റ്റ് ഫോൺ വിത്ത് 2 നാനോമീറ്റർ ചിപ്സെറ്റ്. നമ്മുടെ സാംസങ് ഈ വർഷം കൊണ്ടുവന്ന എക്സിനോ ചിപ്സെറ്റ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ S26 S26 ഉണ്ടായിരുന്നു. ആ ചിപ്സെറ്റ് ആണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് 2 നാനോമീറ്റർ ചിപ്സെറ്റ്. ഐഫോൺസിൽ ഫസ്റ്റ് ടൈം ആണ് ഒരു 2 നാനോമീറ്റർ ചിപ്സെറ്റ് വരാൻ പോകുന്നത്. സോ 2 നാനോമീറ്റർ ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നല്ല പവർ എഫിഷ്യന്റ് ചിപ്സെറ്റ് ആയിരിക്കും. അതായത് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ എനിക്ക് നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഈവൻ ആപ്പിളിന് അറിയാവുന്ന ഒരു സത്യമാണ്, അവരുടെ AI ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം ശോകമായിരുന്നു. ഇതുവരെ ശോകമാണ്, ഇപ്പോഴും ശോകമാണ്. പക്ഷേ അവർ ഗൂഗിളുമായിട്ട്, ഞാൻ ഏതൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഗൂഗിളുമായിട്ട് ദോസ്താവാൻ പോവാണ്. എന്നിട്ട് ഐഫോണിൽ വരുന്ന സിരി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആപ്പിളിന്റെ സിരി, അതിനെ അവർ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. പക്ഷെ അതിന്റെ ബാക്കിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നത് ഗൂഗിളിന്റെ ജെമിനി ആയിരിക്കും, ഫ്രണ്ടിൽ സിരി ആയിരിക്കും. സോ ഗൂഗിൾ ജെമിനിയുടെ ഒരു ബാക്കപ്പ് വരുമ്പോൾ ഐ തിങ്ക് സിരി അത്യാവശ്യം നല്ല ഇംപ്രൂവ്ഡ് ഒരു AI ഏജന്റായി മാറും. എനിവേ പുതിയ AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന WWDC ഇവന്റിൽ നമുക്ക് അറിയാൻ പറ്റും. അതിനെക്കുറിച്ചൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞാൻ ആക്ച്വലി ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ, അതായത് ആപ്പിൾ അവരുടെ ഐഫോൺസിൽ ഇങ്ങനത്തെ ഒരു ഹാർഡ്വെയർ ഫീച്ചർ തരുമെന്ന്. അതാണ് വേരിയബിൾ അപ്പർച്ചർ. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഒരു ബ്രാൻഡ് അവരുടെ ഫോണിൽ വേരിയബിൾ അപ്പർച്ചർ തരുന്നത്. ഫസ്റ്റ് ഇത് തുടങ്ങിയത് സാംസങ് ആണ്, പക്ഷെ അത് വേരിയബിൾ അപ്പർച്ചർ ആയിരുന്നില്ല, അത് ഡ്യുവൽ അപ്പർച്ചർ ആയിരുന്നു. അതായത് നമുക്ക് സാംസങ് S9 and S10 സെലക്ട് ചെയ്യായിരുന്നു, ഒന്നെങ്കിൽ f1.5 അല്ലെങ്കിൽ f2.4. പിന്നെ ഷവോമിയുടെ 14 അൾട്രയിൽ പ്രോപ്പർ വേരിയബിൾ അപ്പർച്ചർ ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ f1.63 to f4 വരെയുള്ള അപ്പർച്ചർ, ഇതിൻ്റെ ഇടയിലുള്ള ഏത് അപ്പർച്ചർ വേണമെങ്കിലും സെറ്റ് ചെയ്യായിരുന്നു. നമ്മൾ അപ്പർച്ചറുടെ നമ്പർ കുറയ്ക്കുമ്പോൾ, അതായത് f2.8 ഒക്കെ ആക്കുമ്പോൾ അതിൻ്റെ അർത്ഥം സെൻസറിലേക്ക് കൂടുതൽ ലൈറ്റ് വീഴും. അതിനോടൊപ്പം തന്നെ ആ ഒരു സെപ്പറേഷൻ ഉണ്ടല്ലോ, നമ്മുടെ സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ഒരു അടിപൊളി ബോക്ക അല്ലെങ്കിൽ ബോക്കെ, അതും നമുക്ക് കിട്ടും. സോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഡൗട്ട് ആയിരിക്കും, ബ്രോ ഈ വില കുറഞ്ഞ ഫോണിൽ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാലോ, നമ്മുടെ ഈ എത്രമാത്രം നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് വേണം, ഈ എഫിൻ്റെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. അത് സോഫ്റ്റ്വെയർ ബേസിസ് ഉള്ള ചേഞ്ച് ആണ്. നോർമലി പൊതുവെ വരുന്ന ഫോൺസിൻ്റെ ഈ എഫ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ഈ അപ്പർച്ചർ അല്ലെങ്കിൽ എഫ് സ്റ്റോപ്പ് നമ്പർ, അത് ഫിക്സ്ഡ് ആയിരിക്കും. വരാൻ പോകുന്ന 18 Pro മാക്സിൽ ലീക്സ് അനുസരിച്ച് നമുക്ക് ആ ഒരു എഫ് നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് എത്രമാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റും അത് ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല, അത് ഫോൺ വന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നമ്മുടെ ക്യാമറ മോഡലിൻ്റെ സൈസ് ഓവറോൾ ലേശം കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ യെസ്, ഈ ഒരു സംഭവം, ഈ വേരിയബിൾ അപ്പർച്ചർ വരാൻ പോകുന്നത് 48 MP മെയിൻ ക്യാമറയിലായിരിക്കും. ഓക്കെ, പിന്നെ 99% ഐഫോൺ യൂസേഴ്സ് ഉപയോഗിക്കാത്തൊരു ഫീച്ചറാണ് ഈ കാണുന്ന ക്യാമറ കൺട്രോൾ. ഇതിലും ചെറിയ പരിഷ്കാരങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എത്രമാത്രം ശരിയാവും എന്നെനിക്കറിയില്ല, പക്ഷേ ആസ് പെർ ലീക്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യുമല്ലോ, ആ സ്വൈപ്പിംഗ് പരിപാടി എടുത്ത് മാറ്റിയിട്ട് പ്രസ് സാധനം മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ UI ഉണ്ടല്ലോ, ആ UI കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യും എന്നും കൂടി പറയുന്നുണ്ട്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. എന്നാൽ ഇത്തവണ ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററി സൈസ് ഇനിയും കൂട്ടുമെന്നാണ് പറയുന്നത്. ഇനി ബാറ്ററി സൈസ് കൂടുമ്പോൾ തീർച്ചയായിട്ടും ഫോണിൻ്റെ തിക്നെസ് ലേശം കൂടും, വെയിറ്റും കൂടും. ബട്ട് ദാറ്റ് ഈസ് ഫൈൻ, ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ലേശം വെയിറ്റ് കൂടിയിട്ട് കുറച്ച് നല്ല അധികം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. പിന്നെ ആപ്പിൾ ആയതുകൊണ്ട് 7000 mAh ബാറ്ററി ഒന്നും പ്രതീക്ഷിക്കേണ്ട, 5000 ആണല്ലോ ഇപ്പം. അത് കൂട്ടി ഒരു 5200 5300 ഒക്കെ ആക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആപ്പിൾ ഈ വർഷം അവരുടെ സ്വന്തം ഫോൾഡബിൾ സ്മാർട്ട് ഫോണുമായി വരാൻ പോവാണ്. അതിൻ്റെ പേരായിരിക്കും ഐഫോൺ അൾട്ര. ഇതിനു മുമ്പ് വേറെ ചില പേരുകളൊക്കെ വന്നായിരുന്നു, ഐഫോൺ ഫോൾഡ്, ഐഫോൾഡ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, മിക്കവാറും ഐഫോൺ അൾട്ര ആയിരിക്കും. കാരണം അടുത്ത വർഷം വരാൻ പോകുന്ന മാക്ബുക്ക് ഉണ്ടല്ലോ, അതിൽ മാക്ബുക്ക് അൾട്ര ഉണ്ടാവും. പിന്നെ ഓൾറെഡി ആപ്പിളിൻ്റെ വാച്ചിൽ അൾട്ര ഉണ്ടല്ലോ. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഐഫോൺ അൾട്ര, അതായത് ആപ്പിളിൻ്റെ ഏറ്റവും വില കൂടിയ ഫോൺ. ഒന്നും പറയാനില്ല, ഐ തിങ്ക് മിനിമം 2.25 lakh ആയിരിക്കും സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇറ്റ് വിൽ ബി വെരി വെരി എക്സ്പെൻസീവ്. എത്ര എക്സ്പെൻസീവ് ആയാലും ആളുകൾ ലോഞ്ചിൻ്റെ അന്ന് അല്ലെങ്കിൽ ലോഞ്ചിൻ്റെ തലേ ദിവസം ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ നിൽക്കും. ഞാൻ ഈ വർഷത്തെ എന്തോ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ, അവിടെ മൊത്തം ഇടിയും മറ്റേ ഭയങ്കര ഫൈറ്റൊക്കെ ആയിരുന്നു ഏറ്റവും ഫസ്റ്റ് ഐഫോൺ എടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ആയിരിക്കും. സോ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ, ഇത് വരുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ ആസ് പെർ എസ് ലീക്സ് ഇസ് കൺസേൺഡ് എന്തായാലും വരും. ഐഫോൺ അൾട്ര വരുന്നുണ്ട്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാംസങ്ങിൻ്റെ ഫോൾഡ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി നീളമുള്ള ഒരു ഫോൾഡാണ്. ഇത് പൊക്കം കുറഞ്ഞ എന്നാൽ വീതിയുള്ള ഒരു സംഭവമായിരിക്കും. ഒരു പാസ്പോർട്ട് അല്ലെങ്കിൽ ബുക്ക് സ്റ്റൈലിൽ വരുന്ന ഒരു ഫോൾഡബിൾ ഫോൺ ആയിരിക്കും. ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇതിൽ ഓൾമോസ്റ്റ് ക്രീസ്ലെസ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ക്രീസ്ലെസ് ഡിസ്പ്ലേ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ആപ്പിൾ വിൽ ഡു ദിസ്. കാരണം എല്ലാ കമ്പനിയും ഇതാ പറയുന്നത്, സാംസങ്ങും ഓപ്പോയും ഹ്വാവേയും ഇവരൊക്കെ ഫോൾഡബിൾ കൊണ്ടുവരുമ്പോൾ ക്രീസ്ലെസ് എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ ക്രീസ് എന്തായാലും വരും, കാരണം ടെക്നോളജി അങ്ങനെയാണല്ലോ. സോ ആപ്പിളിന് അത് ക്രീസ്ലെസ് ആക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി അമേസിങ്. പിന്നെ ഫേസ് ഐഡിക്ക് പകരം
ഐ തിങ്ക് നമ്മുടെ ടച്ച് ID തിരിച്ചു വരും. പക്ഷെ ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, 2 ഡിസ്പ്ലേ ഉണ്ടല്ലോ. സോ 2 ഫോൺ ഇങ്ങനെ ജോയിൻ ആയിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ബാറ്ററി ഇടാൻ പറ്റും ആപ്പിളിന്. അങ്ങനെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ടാവും എന്ന് പറയുന്നു. എന്നാൽ പേരിൽ അൾട്ര ഉണ്ടെങ്കിലും ആ ഒരു ലീക്ഡ് ആയ ഇമേജസ് നോക്കുമ്പോൾ ബാക്കിൽ 2 ക്യാമറ മാത്രമേ ഉള്ളൂ. ടെലിഫോട്ടോ അതിൽ കാണുന്നില്ല. സോ അതൊരു എനിവേ ഐ തിങ്ക് സോ ടെലിഫോട്ടോ ക്യാമറ വേണമെങ്കിൽ പ്രോ മാക്സ് തന്നെ വാങ്ങേണ്ടി വരും. ഈ വർഷം സാംസങ്ങും അങ്ങനത്തെ ഒരു ഫോൾഡ് കൊണ്ട് വരുന്നുണ്ട്. ഒരു സാംസങ് ഫോൾഡ് വൈഡോ അങ്ങനത്തെ എന്തോ ഒരു സംഭവം കൊണ്ട് സാംസങ് വരുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ, ഇറ്റ് വിൽ ബി നൈസ്. പിന്നെ പേടിക്കേണ്ട, നമ്മുടെ iPhone 18 iPhone 18 ഈ വർഷമല്ല, അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ, അതായത് ആ ഒരു ഫോൺ ഉണ്ടല്ലോ, ഈ വർഷം വന്നിട്ട് 17E. സോ അടുത്ത വർഷം 18E വരുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് iPhone 18 ആൻഡ് ഒരു പക്ഷേ iPhone Air 2 ലോഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് വരട്ടെ, ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഡിസ്കസ് ചെയ്യാം, സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സ്. സോ ഈ വരാൻ പോകുന്ന iPhone 18 Pro അല്ലെങ്കിൽ iPhone Ultra'യുടെ ഏത് ഫീച്ചറാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇനി നിങ്ങൾക്ക് ഈ iPhone 17 Pro നാക്ക് കഴിയുന്നു, ഈ 17 Pro Maxൻ്റെ റിവ്യൂ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.